ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി വൈബ്രേറ്ററാണ്. ഇപ്പോൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ളത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമുക്ക് രണ്ട് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം, യൂസിങ് BJT ഓർ യൂസിങ് 555. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരിക അസ്റ്റേബിൾ എന്ന് പറഞ്ഞ് ചിലപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. പകരം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ജനറേറ്റ് എ സ്ക്വയർ വേവ് വിത്ത് ടൈം പീരീഡ് തരും. ടി ഓൺ ഇത്ര, ടി ഓഫ് ഇത്ര എന്ന് പറഞ്ഞ് തരും. ടി ഓൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഇങ്ങനെയാണല്ലോ സ്ക്വയർ വേവ് പോവുക. ഇപ്പോൾ ടി ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹൈ ആയി നിൽക്കുന്ന ഡ്യൂറേഷനാണ് ടി ഓൺ. അതേപോലെ തന്നെ ടി ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ആയി നിൽക്കുന്ന ഡ്യൂറേഷനാണ്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ടി ഓൺ ഇത്ര മില്ലി സെക്കൻഡ്, ടി ഓഫ് ഇത്ര മില്ലി സെക്കൻഡ്. ആ രീതിയിലുള്ള സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് ബൈ യൂസിങ് BJT അല്ലെങ്കിൽ ബൈ യൂസിങ് 555 എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണോ പറഞ്ഞത് നോക്കിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BJT യൂസ് ചെയ്തിട്ടുള്ള അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പം സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം പീരീഡിലുള്ള ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നിങ്ങൾ സാധാരണ ഡിസൈൻ ചെയ്യുന്ന സെയിം വാല്യൂസ് വെച്ചിട്ടുള്ള സെയിം ടൈം പീരീഡിലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തൊക്കെ കാണുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും ടി ഓൺ ഈസ് ഈക്വൽ ടു 0.5 മില്ലി സെക്കൻഡ്, ടി ഓഫ് ഈസ് ഈക്വൽ ടു 0.5 മില്ലി സെക്കൻഡ്. ഇങ്ങനെ പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താ? 0.5 മില്ലി സെക്കൻഡ് ഹൈ ആയിട്ടും 0.5 മില്ലി സെക്കൻഡ് ലോ ആയിട്ട് നിൽക്കുന്ന സ്ക്വയർ വേവുകൾ ജനറേറ്റ് ചെയ്യണമെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടി ഓണും ടി ഓഫും കൂടെ ചേർന്നതാണ് അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സിഗ്നലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ ആയിരിക്കും. ഇപ്പം ടി ഓൺ എന്ന് പറയുന്നത് ഈ ഹൈ ആയി നിൽക്കുന്നതും ഓഫ് എന്ന് പറയുന്നത് ലോ ആയി നിൽക്കുന്ന ഡ്യൂറേഷനാണ്. അപ്പോൾ ഇത് ഓരോന്നും 0.5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ, ഓരോന്നും 0.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മില്ലി സെക്കൻഡ് ആയിരിക്കും. 0.5 പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ 1 മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും തരിക. ടി ഓൺ ഇത്ര മില്ലി സെക്കൻഡ്, ടി ഓഫ് ഇത്ര മില്ലി സെക്കൻഡ്, എന്നിട്ട് നിങ്ങളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണെങ്കിൽ, അതായത് ഓൺ ടൈമും ഓഫ് ടൈമും രണ്ടും സെയിം ആണെങ്കിൽ നമ്മളതിനെ സിമ്മട്രിക്കൽ എന്നാണ് പറയാറ്. ഓണും ഓഫും സെയിം ആകുന്നതിനെ നമ്മൾ സിമ്മട്രിക്കൽ എന്നാണ് പറയാറ്. പിന്നെ നമ്മൾ ഡ്യൂട്ടി സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട് 50% ഡ്യൂട്ടി സൈക്കിളുള്ള സിഗ്നൽസാണ് രണ്ട് സൈഡിലും സിമ്മട്രിക്കലായിട്ട് നിൽക്കുക. അതായത് ഓണും ഓഫും സെയിം ആണെങ്കിൽ 50% ഡ്യൂട്ടി സൈക്കിൾ എന്നാണ് പറയാറ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സം ഓഫ് ടി ഓൺ ആൻഡ് ടി ഓഫ് ആണെന്ന് പറഞ്ഞു. ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡ്യൂറേഷനാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഡ്യൂട്ടി സൈക്കിളിനെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്, ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ. സോ ടി ഓണും ടി ഓഫും സെയിം ആണെങ്കിൽ ടി ഓൺ ബൈ ടി ഓൺ പ്ലസ് ടി ഓൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 50%. അപ്പം ഡ്യൂട്ടി സൈക്കിളിൻ്റെ ടൈംസിലൊക്കെ പണ്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കാണാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടോട്ടൽ ഡ്യൂറേഷനിൽ എത്ര സമയം ഹൈ ആയി നിൽക്കുന്നു എന്ന് പറയുന്നതിനെ ആ ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ ആക്ച്വലി ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ടോട്ടൽ ഡ്യൂറേഷനിൽ എത്ര സമയം ഹൈ ആയി നിൽക്കുന്നു എന്ന് കാണിക്കുന്ന പാരാമീറ്റർ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ഡിസൈൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ യൂസിങ് BJT ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ കുറച്ച് ഡിസൈനുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ RC1 എന്ന് പറയുന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ RC1 തന്നെയാണ് RC2ൻ്റെയും വാല്യൂ. രണ്ടിൻ്റെയും ഡിസൈൻ എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ അതേപോലെ തന്നെ ഈ സർക്യൂട്ട് നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റെസിസ്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നത് സെയിം ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററും എല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അറ്റ് കൈക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ RC1ൻ്റെ RC2ൻ്റെ വാല്യൂ 4.7 കിലോ ഓം എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ആക്ച്വലി അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ RC1 ഞാൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ RC1 എന്ന് പറയുന്നത് ഇവിടെയുള്ള റെസിസ്റ്ററാണ് അല്ലേ. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VCC മൈനസ് VCE. VCE എന്ന് പറഞ്ഞാൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ്.
VCC മൈനസ് VCE ഡിവൈഡഡ് ബൈ IC. IC1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ടാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ രണ്ട് ടെർമിനലിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ആ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അതാണ് VCC മൈനസ് VCE1 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ IC1. ആ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യാൻ സാധ്യതയുള്ള കറണ്ട്, അതിനെയാണ് നമ്മൾ IC1 എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ VCയുടെ വാല്യൂ 0.3 വരുന്ന പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ 9 - 0.3. അതേപോലെ തന്നെ IC1ൻ്റെ വാല്യൂ നമ്മൾ 2 മില്ലി ആംപിയർ ആണ് എടുക്കുന്നത്. ഇത് നമ്മൾ എടുക്കുന്ന വാല്യൂസാണ്. അപ്പോൾ 2 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 മില്ലി ആംപിയർ കറണ്ട് കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ട് സെറ്റപ്പാണ്. സോ നിങ്ങളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RC1, അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4.7 കിലോ ഓം കിട്ടും. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ VCC മൈനസ് VCE2 ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VCE2 ആണ്. VCE2 ഡിവൈഡഡ് ബൈ IC2 ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചെയ്താലും നിങ്ങൾക്ക് 4.7 കിലോ ഓം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ഡിസൈൻ, RC1ൻ്റെയും RC2ൻ്റെയും ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഈ RC1ൻ്റെ RC2ൻ്റെ ഡിസൈൻ ആക്ച്വലി നമ്മുടെ ഓണിനെ ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓണിനെ ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. ഈ രണ്ട് റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. ഒരേ വാല്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ സിമ്മട്രിക്കലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈനിലേക്ക് പോകാം. ഇപ്പോൾ R1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ആയിരുന്നു R1 എന്ന് പറയുന്നത്. അപ്പോൾ R1 നമ്മൾ നോക്കുകയാണെങ്കിൽ R1 എന്ന് പറയുന്നതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് VCC ആണ്, മറ്റേ എൻഡ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ടു എമിറ്റർ വോൾട്ടേജ് ആണ് ഡിവൈഡഡ് ബൈ IB നമ്മൾ എടുക്കുന്നത് 0.1 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. IB നമ്മൾ എടുക്കുന്നത് 0.1, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൂടെ എൻ്റർ ചെയ്യുന്ന കറണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത് 0.1 മില്ലി ആംപിയർ. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത് 2 മില്ലി ആംപിയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. അപ്പോൾ VCC മൈനസ് VBE2 ഡിവൈഡഡ് ബൈ IB എന്ന് പറയുന്നതാണ് R1ൻ്റെ വാല്യൂ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അപ്രോക്സിമേറ്റ്ലി 82 കിലോ ഓം ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ. ആക്ച്വൽ വാല്യൂ ഇതല്ല വരിക, അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 82 കിലോ ഓം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ടിൻ്റെ അകത്ത് 82 കിലോ ഓം യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓൺ ടൈം എത്രയാണ് നോക്കാം. ഈ ഹൈ ആയി നിൽക്കുന്ന ഡ്യൂറേഷൻ ഞാൻ T1 എന്ന് വിളിച്ചു. T1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 0.69 ഇൻറ്റു R1 ഇൻറ്റു C1. ഇപ്പോൾ R1 നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 82 കിലോ ഓം എന്ന് കിട്ടി. പിന്നെ T1ൻ്റെ വാല്യൂ ആണ്. T1 ക്വസ്റ്റിൻ്റെ അകത്ത് തരും. ഇപ്പം സപ്പോസ് T1ൻ്റെ വാല്യൂ ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങളോട് 0.5 മില്ലി സെക്കൻഡ് ഓണും 0.5 മില്ലി സെക്കൻഡ് ഓഫും അങ്ങനെയുള്ള വേവ് ഫോം ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ T1 ആയിട്ട് എടുക്കുന്നത് 0.5 ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ്റെ അകത്ത് ആ വാല്യൂസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Tക്ക് ഞാൻ 0.5 മില്ലി സെക്കൻഡ് ആണ്. സോ 0.5 ഇൻറ്റു 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇപ്പുറത്ത് 0.69 ഉണ്ട്, ഓൾറെഡി ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ്. R1 എന്ന് പറയുന്നത് 82 കിലോ ഓം ആണ്. സോ 82 ഇൻറ്റു 10⁻³ R1ൻ്റെ വാല്യൂ ഇട്ടു. എനിക്കിനി C1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.01 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സെക്ഷനിലും ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് 0.01 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് 0.5 ഡ്യൂറേഷൻ ഓണും 0.5 ഡ്യൂറേഷൻ ഓഫുമുള്ള ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ BJT യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബൈ യൂസിങ് 555 യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകത്തില്ല. കുറച്ച് കുട്ടികൾ സിമെട്രിക്കൽ ചെയ്യാൻ സാധ്യതയില്ല. കുറച്ച് കുട്ടികൾ അസിമെട്രിക്കലാണ്. എല്ലാവരും തന്നെ അസിമെട്രിക്കലാണ് ചെയ്തിരിക്കുന്നത്. അസിമെട്രിക്കലാണ് ആക്ച്വലി ഈ ഒരു വേവ് ഫോം എന്ന് പറയുന്നത്, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസ്റ്റേബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്റ്റേബിളിൻ്റെ ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാം. ചാർജിങ് നടക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുക. ഡിസ്ചാർജിങ് നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ചാർജിങ് പാത്തിൻ്റെ അകത്ത് 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഡിസ്ചാർജിങ് പാത്തിൻ്റെ അകത്ത് ഒരു റെസിസ്റ്ററോ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കൂ ചാർജിങ് പാത്തിൻ്റെ അകത്ത്
രണ്ടിൻ്റെ അകത്തും 6.8 കിലോ ഓമിൻ്റെ 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഡിസ്ചാർജിങ്ങിൻ്റെ അകത്ത് ഒരു 6.8 കിലോ ഓമേ ഉള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ചാർജിങ്ങിൻ്റെ സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലും ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് റെസിസ്റ്റൻസ് കുറവുമാണ്. ചാർജിങ്ങിൻ്റെ സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡബിളാണ്, ഡിസ്ചാർജിങ്ങിനേക്കാളിലും കൂടുതലാണ്, ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓൺ ടൈം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലും ഓഫ് ടൈം എന്ന് പറയുന്നത് കുറവുമായിരിക്കും. അതുകൊണ്ട് നമ്മളിതിനെ അസിമെട്രിക്കൽ എന്നാണ് പറയാറ്. അപ്പം എക്സാമിന് നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ടി ഓൺ ഈസ് ഈക്വൽ ടു 1 മില്ലി സെക്കൻഡ് ആൻഡ് ടി ഓഫ് ഈസ് ഈക്വൽ ടു 0.5 മില്ലി സെക്കൻഡ്. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതൊരു അസിമെട്രിക്കലാണ്. നോക്കൂ, ഓഫായി നിൽക്കുന്ന സമയത്ത് 0.5 ഉള്ളൂ, ഓണായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സർക്യൂട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി. പക്ഷേ എക്സാമിന് ചിലപ്പം പ്രത്യേകം അവർ എടുത്ത് പറയും ടി ഓൺ ഈസ് ഈക്വൽ ടു 0.5 മില്ലി സെക്കൻഡ്, ടി ഓഫ് ഈസ് ഈക്വൽ ടു 0.5 മില്ലി സെക്കൻഡ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചാർജിങ്ങിൻ്റെ സമയത്ത് ഇപ്പം നിലവിൽ 2 റെസിസ്റ്റേഴ്സിൻ്റെ ഇഫക്റ്റ് വരുന്നുണ്ട്, അത് വരാൻ പാടില്ല. ചാർജിങ്ങിൻ്റെ അകത്ത് ഒരു റെസിസ്റ്റർ തന്നെ സ്കിപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ചാർജിങ് ടൈമിൽ രണ്ടിടത്തും നമുക്ക് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 7ാമത്തെ പിന്നിനും അതേപോലെ തന്നെ 2ാമത്തെ പിന്നിനും, അതായത് നമ്മുടെ ഈ RB എന്ന് പറയുന്ന റെസിസ്റ്ററിന് പാരലായിട്ട് ഒരു ഡയോഡ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡയോഡ് കണക്ട് ചെയ്താലുള്ള മെച്ചം എന്താ? ചാർജിങ് നടക്കുന്ന സമയത്ത് ഇവിടേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള പാത്ത്, ഇവിടെ ഒരു ഫോർവേഡ് ബയസ് ആയിട്ടുള്ള ഡയോഡ്. അപ്പോൾ കറണ്ട് ഏതിൽ കൂടെ ഫ്ലോ ചെയ്യുക? ഫോർവേഡ് ബയസ് ഡയോഡിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 6.8 ഓം എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ചാർജിങ് പാത്തിൽ വരുള്ളൂ. ഇനി ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്തോ ഈ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡയോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, പകരം 6.8 ഓം RB കൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാകുക. അപ്പോൾ ചാർജിങ്ങിൻ്റെ സമയത്ത് എനിക്ക് RA എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രമാക്കാൻ പറ്റും, RB എന്ന് പറയുന്ന റെസിസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഡയോഡ് വെച്ചിട്ട് എനിക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചാർജിങ്ങിന് RAയും ഡിസ്ചാർജിങ്ങിന് RBയും യൂസ് ചെയ്യുകയാണെങ്കിൽ, രണ്ടും സെയിം റെസിസ്റ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ടുള്ള സിമ്മട്രിക്കലായിട്ടുള്ള സ്ക്വയർ വേവുകൾ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, 2ഉം 6ഉം ഷോർട്ട് ചെയ്ത് 2ൻ്റെയും 6ൻ്റെയും അതേപോലെ തന്നെ 7th പിന്നിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന് പാരലായിട്ട് നിങ്ങളൊരു ഡയോഡ് വെക്കുന്നു. സാധാ ഡയോഡ്, നമ്മൾ സാധാരണഗതിയിൽ റെക്ടിഫയർ സർക്യൂട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയോഡ് നമ്മൾ ജസ്റ്റ് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിമ്മട്രിക്കലായിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിലും സാധാരണഗതിയിൽ വലിയ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈം പീരീഡിലുള്ള കേസൊന്നും നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. അപ്പം ഇതാണ് നോർമലി അതിൻ്റെ ഓൺ ടൈമിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 0.69 ഇൻറ്റു RA പ്ലസ് RB ഇൻറ്റു C പ്ലസ് RA പ്ലസ് RB എന്ന് പറയുന്ന ടൈം വരാനുള്ള കാരണം ചാർജിങ് പാത്തിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഡിസ്ചാർജിങ്ങിൽ RB മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ടി ഓഫിൽ RB മാത്രം ഉണ്ടായത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അസിമെട്രിക്കലിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, എക്സാമിന് നിങ്ങളോട് സിമെട്രിക്കലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ഈ 2 ഇക്വേഷനാണ്. ടി ഓണിന് 0.69 ഇൻറ്റു RA ഇൻറ്റു സിയും ടി ഓഫിന് 0.69 RB ഇൻറ്റു സിയും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? RBക്ക് പാരലായിട്ട് നിങ്ങളൊരു ഡയോഡ് നിർബന്ധമായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ടി ഓൺ ക്വസ്റ്റിൻ്റെ അകത്ത് 0.5 മില്ലി സെക്കൻഡും തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടി ഓണിൻ്റെ എക്സ്പ്രഷൻ്റെ അകത്ത് കൊടുക്കുക. ടി ഓൺ എന്ന് പറയുന്നത് 0.69 RA ഇൻറ്റു സി ആണ് ഫോർ സിമ്മട്രിക്കൽ വേവ് ഫോം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏതാണ്? ഒന്ന്, ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സിക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്യുക, എന്നിട്ട് RAൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് നിങ്ങൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് 0.1 മൈക്രോഫാരഡാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇടാറ്. 0.1 മൈക്രോഫാരഡ് ഇടുക, എന്നിട്ട് നിങ്ങൾ RAൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ടി ഓൺ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 10⁻³
വിച്ച് ഈസ് ഈക്വൽ ടു 0.69 ഇൻറ്റു RA ഇൻറ്റു 0.1 ഇൻറ്റു 10⁻⁻6. ഇപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി വിച്ച് ഈസ് ഈക്വൽ ടു 6.8 കിലോ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ RAൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റിൻ്റെ അകത്ത് അതേപോലെ തന്നെ RBയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ RBൻ്റെ വാല്യൂ എന്ന് പറയുന്നത് T ഓഫ് എന്ന് പറഞ്ഞാലും എക്സ്പ്രഷൻ സെയിം തന്നെയാണ്. 0.69 RAയ്ക്ക് പകരം എന്താവും RB ആവും, RB ഇൻറ്റു C സെയിം വാല്യൂ. T ഓഫ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് 0.5 മില്ലി സെക്കൻഡ് തന്നിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, RBയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. RBയുടെ വാല്യൂ എന്തായിരിക്കും 6.8 കിലോ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നോർമലി ഈ സെയിം വാല്യൂ വെച്ചിട്ട് തന്നെയാണ് എക്സാമിന് ചോദിക്കാറ്. അപ്പം നിങ്ങൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്ന 6.8, 0.1 മൈക്രോഫാരഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചാലും മതിയായിരിക്കും. എന്നാലും ഡിസൈൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇപ്പം BJT ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ 555 യൂസ് ചെയ്തിട്ടുള്ള അസ്റ്റേബിൾ ആണെങ്കിലും അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. രണ്ടിൻ്റെ അകത്തും 0.69 റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ് ആണ്. സോ അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഇത്രയാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ വേവ് ഫോം വരയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ വേവ് ഫോം സിമെട്രിക്കലായിട്ടുള്ള വേവ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ ഓൺ എന്ന് പറയുന്നത് ഹൈ ആയി നിൽക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്രയാണോ സപ്ലൈ അതിൽ കൊടുക്കുന്നത് അതിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 9 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 9 വോൾട്ട് ആയിരിക്കും ഹൈ ഉണ്ടാകുക. 5 വോൾട്ടാണ് സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അറൗണ്ട് 5 വോൾട്ട് ആയിരിക്കും. 5 വോൾട്ടിൽ കൂടുതൽ അല്ലെങ്കിൽ കൊടുക്കുന്ന സപ്ലൈനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡുകൾ മാർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.